ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പൊടിമത്തി വെച്ചിട്ട് അടിപൊളി ഒരു ലഞ്ചാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മത്തി സ്മെല്ലാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പൊടിമത്തി നന്നായി കഴുകി പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. മത്തിയുടെ രണ്ട് സൈഡ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ബാക്കി വന്ന മത്തിയും കൂടെ ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണ്. കുഞ്ഞുമത്തി ഇങ്ങനെ വറക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും, എന്നാലും സാരമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നമുക്ക്. അപ്പോൾ നമ്മുടെ മത്തിയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് ചൂടായി വന്നപ്പോഴത്തേക്ക് പെരിഞ്ജീരകവും പട്ടയും ഏലക്കയും ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കി അതിനകത്തോട്ട് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് വഴട്ടുകയാണ്. ബിരിയാണി മസാല തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നല്ല രീതിക്ക് അങ്ങ് വഴണ്ട് വരുമൊന്നും വേണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരുന്ന പൊടി ഐറ്റങ്ങളും ഇട്ട് ഒന്നുകൂടെ ചൂടാക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് മത്തി അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ഞാൻ എടുത്ത മത്തി മുഴുവനായിട്ട് ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. മത്തിയെല്ലാം നിരത്തിയതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സാദാ ചോറ്, ബിരിയാണി റൈസ് അല്ല, നമ്മുടെ സാദാ ചോറാണ് കേട്ടോ. അത് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കുറച്ച് നെയ്യ്, ബിരിയാണിക്കൊക്കെ നമ്മൾ കൂടുതലായി നെയ്യ് ഉപയോഗിക്കും, പക്ഷേ ഇവിടെ കൂടുതൽ നെയ്യൊന്നും വേണ്ട, കുറച്ച് നെയ്യ്. പിന്നെ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ മല്ലിയില ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കറിവേപ്പില മാത്രമാണ് ഇട്ടേക്കുന്നത്. പിന്നെ അടച്ച് വെച്ചിട്ട് നമ്മളൊരു ചപ്പാത്തി കല്ലിൻ്റെ മുകളിലായിട്ട് വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കുവാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ മസാല എല്ലായിടവും നന്നായി പിടിക്കുന്നത്. മത്തിയൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന കണക്കുള്ള പുളിയോ ഉലുവയോ ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല. പിന്നെ ഗരം മസാലയും ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് അച്ചാറും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊന്നും ഈ മത്തിയുടെ സ്മെല്ലൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.